കേരളത്തിന്റെ മന്ത്രിസഭയിലേക്ക് വി.ഡി. സതീശന്റെ ടീമിലേക്ക് ആരൊക്കെ എത്തുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. അതിൽ ലീഗിന്റെ കാര്യത്തിൽ അതിന്റെ തീരുമാനമായി. ഇനി ചർച്ചകൾ ബാക്കിയാവുന്നത് കോൺഗ്രസിലാണ്. കോൺഗ്രസിന്റെ തീരുമാനം അനുസരിച്ച് കേരള കോൺഗ്രസ് അടക്കം അവരുടെ മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ 2 മന്ത്രി വേണമെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നിർണായകമായ ചർച്ചകളുടെ മണിക്കൂറുകളാണ് അവിടെ. മുസ്ലിം ലീഗ് ഏതാണ്ട് അവരുടെ ലിസ്റ്റ് കൈമാറുകയും ചെയ്തിരിക്കുന്നു. അല്ലേ? അതെ, പക്ഷേ ഇപ്പോഴും കേരള കോൺഗ്രസ് ജോസഫിൽ അതൃപ്തിയുണ്ട്. അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണമെന്ന് അവർ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ചകൾക്കായി നേതാക്കൾ KPCC ആസ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഒപ്പം ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പനും അതൃപ്തിയുണ്ട്. അദ്ദേഹം അത് പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തകളിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിച്ചു. P.K. കുഞ്ഞാലിക്കുട്ടി, N. ഷംസുദ്ദീൻ, P.K. ബഷീർ, KM ഷാജി, V. അബ്ദുൽ ഗഫീർ എന്നിവർ മന്ത്രിമാരാകുമെന്നാണ് മനസ്സിലാകുന്നത്. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് കൈമാറിയിട്ടുണ്ട്. ജനങ്ങളെ സേവിക്കൽ ലീഗിന്റെ ഉത്തരവാദിത്തമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട്. എല്ലാവരും ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ഞങ്ങളുടെ തീരുമാനം വൈകുന്നേരം പറയും. ജനങ്ങൾ അവരെ ജയിപ്പിച്ചത് എന്തിനാണ്? അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. കേവലം ജയിപ്പിച്ചതല്ല, ഉത്തരവാദിത്വം ഏൽപ്പിച്ചതാണ്. ഓരോ മണ്ഡലത്തിന്റെയും ഉത്തരവാദിത്വമാണ് ഓരോ MLA-ക്കും ജനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ തന്നെ വേണം അവരോട് പ്രവർത്തിക്കാൻ. ലീഗ് മന്ത്രിമാരുടെ പ്രഖ്യാപനം എപ്പോഴേക്കുണ്ടാവും? അത് വൈകുന്നേരം ഉണ്ടാവുള്ളൂ. ഇന്ന് വൈകുന്നേരം. ജില്ലാ പ്രാതിനിധ്യമല്ല, സംസ്ഥാന പ്രാതിനിധ്യമാണ് പരിഗണിച്ചതെന്ന് PM സലാം 24-നോട്. എണ്ണം അതുപോലെ തന്നെ മന്ത്രിമാർ ഇതൊക്കെ UDF ഒരുമിച്ച് പറയും. ഓരോ പാർട്ടിയും അവരവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. പക്ഷെ ഏതാണ്ട് എല്ലാം ഒരേ സമയത്തായിരിക്കും. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഒക്കെ ക്ലിയറാണ്. 3:30 മണിക്ക് മുമ്പ് ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനനുസരിച്ച് പിന്നെ പ്രഖ്യാപനം നടക്കും. ഞങ്ങൾ കേരളത്തിന്റെ മൊത്തത്തിലുള്ള പ്രാതിനിധ്യമാണ് നോക്കുന്നത്. മന്ത്രിമാരുടെ പട്ടിക മുഖ്യമന്ത്രിക്ക് കൈമാറിയെന്ന് MK മുനീർ സ്ഥിരീകരിച്ചു. തീരുമാനങ്ങൾ സീൽഡ് കവറിൽ നമ്മൾ കൊടുത്തതാണ്. അത് ഓപ്പൺ ചെയ്യാതെ ആർക്കും പറയാൻ പറ്റില്ല. അത് സീൽ കവറിൽ പോയിട്ടുണ്ട്, CM-ന് പോയിട്ടുണ്ട്. അത് തങ്ങൾ എടുത്തൊരു ഡിസിഷൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയാണ്. അതനുസരിച്ച് അദ്ദേഹം പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതാരെയും അദ്ദേഹം അറിയിച്ചിട്ടില്ല. അത് സീൽഡ് കവറിൽ CM-ന് കൊടുത്തിരിക്കുകയാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തങ്ങൾ തന്നെ അത് പ്രഖ്യാപിക്കും. 5 പേരുടെ പേര് അല്ല, അതൊക്കെ ഇപ്പം അതിനകത്ത് കിടക്കുന്ന എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അവസാന നിമിഷവും ചില മാറിമറിയലുകൾ പട്ടികയിലുണ്ടായിരുന്നു. P.K. ബഷീർ പട്ടികയിൽ ഇടം പിടിച്ചില്ല എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ. പിന്നീട് അദ്ദേഹത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. മന്ത്രിപ്പട്ടികയിൽ ഉൾപ്പെട്ടോ എന്ന ചോദ്യത്തിന് P.K. ബഷീറിന്റെ പ്രതികരണം കൂടി കാണാം. അല്ല, അതിപ്പോ പാർട്ടി പ്രസിഡന്റ് പറയണ്ടേ, എപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പ്രസിഡന്റ് തീരുമാനം തങ്ങൾ പ്രഖ്യാപിക്കും. ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ തങ്ങൾ അധികാരപ്പെടുത്തി. എന്തെങ്കിലും ഒന്ന് ആകണ്ട, അല്ലാതെ എന്തെങ്കിലും വെറുതെ പറയാൻ പറ്റും. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ദീപക്, അങ്ങനെ ലീഗിന്റെ മന്ത്രി പട്ടികയായി അത് കൈമാറുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെയും ഏതാണ്ട് 11 മണി 12 മണി വരെയും പല പരിഗണനാ വിഷയങ്ങൾ വന്നു. പല സമ്മർദ്ദങ്ങളുണ്ടായി. P.K. ബഷീറിനായി അണികൾ സൈബറിടത്ത് സജീവമായ പ്രചാരണം നടത്തി. അതിനൊക്കെ ഒടുവിൽ പേരുകളിൽ സാധ്യതകളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗോകുൽ, നമുക്ക് ലീഗിന്റെ ഉന്നതാധികാര സമിതിയിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദവും ലീഗിന്റെ നേതൃതലത്തിൽ ഉണ്ടായിട്ടില്ല എന്നും മാത്രമല്ല P.K. ബഷീറിനെ ഒഴിവാക്കിയെന്നൊക്കെ പ്രചരിക്കപ്പെട്ട വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതുമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് നേരത്തെ തന്നെ മുസ്ലിം ലീഗ് എടുത്തൊരു തീരുമാനമുണ്ട്. ആ തീരുമാനപ്രകാരം തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിയത്. ആദ്യം 4 മന്ത്രിമാരെ തീരുമാനിച്ചു. കാരണം ആദ്യം 4 മന്ത്രിസ്ഥാനമെന്നാണ് കോൺഗ്രസ് ലീഗിനെ അറിയിച്ചത്. അതിൻ്റെ പ്രകാരം മന്ത്രിസഭയിൽ ലീഗിൻ്റെ ഒന്നാമൻ എന്നുള്ള നിലയിൽ, പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ P.K. കുഞ്ഞാലിക്കുട്ടി, പിന്നെ N. ഷംസുദ്ദീൻ, അതുപോലെ P.K. ബഷീർ, KM ഷാജി, ഇങ്ങനെ 4 പേരെയാണ് അവർ ആ ക്രൊണോളജിക്കൽ ഓർഡറിൽ അവർ തീരുമാനിച്ചത്. അതിനുശേഷം 5ാമത്തെ മന്ത്രിയെ കിട്ടും എന്ന് ഇന്നലെയോടുകൂടി തീരുമാനമായി. അതിനുശേഷം അവർ ഇന്ന് ആ കാര്യത്തിൽ കൂടി തീരുമാനമെടുത്തു. അങ്ങനെ കളമശ്ശേരിയിൽ നിന്നുള്ള MLA ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകൻ അങ്ങനെ അബ്ദുൽ ഗഫൂറിനെ കൂടി ഈ മന്ത്രിപ്പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി. അല്ലാതെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ബഷീറിനെ ഒഴിവാക്കാൻ ലീഗിൽ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ലീഗ് സോഴ്സുകളിൽ നിന്നും അറിയാൻ സാധിച്ചത്. അത് കേവലമായ ചില പ്രചരണങ്ങൾ, ചില വാർത്തകൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ട വിവരമറിയാൻ സാധിച്ചത്.
എന്നാൽ അതേ സമയത്ത് ലീഗ് ഇപ്പോഴും ഔദ്യോഗികമായി മന്ത്രിമാരെ പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം അതൊരു നടപടിക്രമമാണ്. സീൽഡ് കവറിൽ മുഖ്യമന്ത്രിക്ക്, നിയുക്ത മുഖ്യമന്ത്രിക്ക് ഇത് നൽകിക്കഴിഞ്ഞു. ഗവർണറാണ് സാധാരണഗതിയിൽ വകുപ്പുകളും മന്ത്രിമാരെയും പ്രഖ്യാപിക്കാനുള്ള അധികാരം. അത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറാണ്, അത് ഗവർണറാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത് ഗവർണർക്ക് കൈമാറുന്നതിന് മുൻപ് പരസ്യമായൊരു പ്രതികരണത്തിലേക്ക് പോകാത്തത്. എന്നാൽ അതേ സമയത്ത് നമ്മളുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. 5 മന്ത്രിമാരാണ് എന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ ക്യാമറയ്ക്ക് മുൻപിൽ നിങ്ങളോട് ആര് പറഞ്ഞു 5 മന്ത്രിമാർ എന്നൊക്കെയാണ് പലരും ചോദിച്ചത്. PMA സലാം എന്നോട് പറഞ്ഞതും പ്രേക്ഷകർ കണ്ടതാണ്. 5 മന്ത്രിമാരെന്ന് ആര് പറഞ്ഞു? അതൊക്കെ തങ്ങൾ വൈകിട്ട് പറയും. അതായത് ഗവർണർക്ക് നിയുക്ത മുഖ്യമന്ത്രി പട്ടിക കൈമാറി അതിന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഔദ്യോഗികമായി മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയുള്ളൂ. പക്ഷേ എന്നാൽ ലീഗ് വളരെ കൃത്യമായി 5 മന്ത്രിമാരെ തീരുമാനിച്ചു കഴിഞ്ഞു. അതിൽ ഈ ജില്ലാ പ്രാതിനിധ്യത്തിൻ്റെ പരിഗണന ചർച്ചയൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാസർഗോഡ് എന്തായാലും ഒരു മന്ത്രി വേണം എന്ന് കല്ലട്ര മായനാജി ഇന്ന് യോഗം നടക്കുന്നതിന് തൊട്ട് മുൻപും നമ്മളോട് പറഞ്ഞു. മാത്രമല്ല ഇന്ന് സാദിഖ് അലി തങ്ങൾ അരമണിക്കൂറാണ് ഈ പാർലമെൻ്ററി ബോർഡ് യോഗത്തിൽ സംസാരിച്ചത്. അതിൽ ഈ പ്രാദേശിക വികാരം, അതുപോലെ മറ്റ് മെറിറ്റ്, മറ്റു പല ഘടകങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു പട്ടിക വരിക. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനാകില്ല, പക്ഷേ എല്ലാവരും കൂട്ടായി പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം യോഗത്തിൽ പറഞ്ഞത്. യോഗത്തിൽ അദ്ദേഹം ഇതൊരു ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തമായി കാണണമെന്ന് പറഞ്ഞു. ഇത് യോഗത്തിൽ പറഞ്ഞല്ലോ എന്ന് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് 24-നോട് സംസാരിക്കുമ്പോൾ ഇത് തങ്ങളോട് ചോദിച്ചു. തങ്ങളത് സ്ഥിരീകരിച്ച് അത് എൻഡോസ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ജനങ്ങൾ നൽകുന്ന വിജയമല്ല, ജനങ്ങൾ നൽകുന്ന ചുമതലയാണ്, അത് ഭംഗിയായി നിർവഹിക്കണമെന്ന് പറഞ്ഞു. ഏതായാലും ലീഗ് വളരെ വൃത്തിക്ക് വെടിപ്പിൽ കാര്യങ്ങൾ തീരുമാനിച്ചു. 5 മന്ത്രിമാരെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ പറയാം, ലീഗിൻ്റെ വകുപ്പുകളിൽ മാറ്റമുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിനുണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന. ഈ സർക്കാരിന്റെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് മുൻപ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ഒരുപക്ഷെ BJP ആണ് ആദ്യം മുന്നോട്ട് വെച്ചത്. പിന്നീട് കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയും അതുപോലെ ഒരു തീരുമാനമെടുത്തു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന രീതിയിൽ വാർത്താ ദീപക് തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. നേരത്തെ പൊതുവിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും ഒരുമിച്ച് UDF മന്ത്രിമാർ വഹിക്കുന്നതായിരുന്നു സാഹചര്യം. LDF കാലത്താണ് അത് മാറിയത്. ആ രീതിയിൽ രണ്ടായി തന്നെ ഭരിക്കാനാണോ ആലോചിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് എടുക്കുക എന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അസിത, ഇതിൽ നേരത്തെ UDF സർക്കാരിൻ്റെ സമയത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഈ കോളേജിയേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റും. അതായത് കോളേജ് ഉൾപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ കീഴിലായിരുന്നു. നേരത്തെ സൂപ്പി മന്ത്രിയായിരുന്ന സമയത്ത് അങ്ങനെ നിരവധി ആൾക്കാർ, അബ്ദുറബ്ബ് മന്ത്രിയായിരുന്ന സമയത്തൊക്കെ ET മുഹമ്മദ് ബഷീർ വരെ മന്ത്രിയായിരുന്ന കാലം നമുക്കറിയാവുന്നതാണ്. ആ സമയത്തൊക്കെ വിദ്യാഭ്യാസവും അതുപോലെ ഉന്നത വിദ്യാഭ്യാസവും എല്ലാം ഒരു വകുപ്പായിരുന്നു. പക്ഷേ എന്നാൽ കഴിഞ്ഞ ഇടതു സർക്കാർ ഇതിൽ 2 വകുപ്പാക്കി മാറ്റുന്നു. പൊതുവിദ്യാഭ്യാസം ശിവൻകുട്ടിയും ഉന്നത വിദ്യാഭ്യാസം ബിന്ദുവും കൈകാര്യം ചെയ്തു. 2 പോർട്ട്ഫോളിയോ ആയി. എന്നാൽ അതിൽ 2 പോർട്ട്ഫോളിയോയും ലീഗിന് വേണമെന്നതായിരുന്നു ആവശ്യം. എന്നാൽ കോൺഗ്രസ് അതിൽ ഉന്നത വിദ്യാഭ്യാസം, പ്രത്യേകിച്ചും അതിൽ ഇന്ന് തങ്ങൾ പറഞ്ഞത് ഈ VC നിയമനം അതുപോലെ മറ്റു കാര്യങ്ങളിലെല്ലാം ഈ മതപരമായ ചർച്ചകൾ നടക്കാൻ ഇടയുണ്ട് എന്നതുകൊണ്ട് അത് കോൺഗ്രസിന് നൽകുന്നത് ഗുണകരമാകും എന്ന് തങ്ങൾ തന്നെ ഉന്നതാധികാര സമിതിയിൽ പറഞ്ഞതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തങ്ങൾ പാർലമെൻ്ററി ബോർഡ് യോഗത്തിൽ അരമണിക്കൂർ വളരെ സുചിന്തിതമായൊരു പ്രസംഗം നടത്തി. അതിൽ ഇവിടുത്തെ ഈ സോഷ്യൽ ഫാബ്രിക് എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്ന് കൃത്യമായി MLA-മാരെ ബോധ്യപ്പെടുത്തലായിരുന്നു. ലീഗിനെതിരെ നടക്കുന്ന ആക്രമണങ്ങളുണ്ട്, അതിൽ കരുതലോടെ നീങ്ങണം. ഇപ്പോൾ PJ ജോസഫും മോൻസ് ജോസഫും KPCC ആസ്ഥാനത്തെ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം MLA ഓഫീസിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ എന്നതാണ് PJ ജോസഫിന്റെ പ്രതികരണം. അതായത് ആ 2 തന്നെ വേണമെന്ന് ഉറച്ചു നിൽക്കുകയാണ്. ഒന്നും ചീഫ് വിപ്പും എന്നത് ആലോചിക്കാനാവില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ആ 2 ചർച്ച നിൽക്കുകയാണ്. കേരള കോൺഗ്രസും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം മന്ത്രിമാരെ പ്രഖ്യാപിക്കുമെന്നതായിരുന്നു ഇന്ന് രാവിലെ മോൻസ് ജോസഫ് പറഞ്ഞത്. അങ്ങോട്ടേക്കൊന്നും എത്തുന്നില്ല ചർച്ച, അവിടെ തന്നെ നിൽക്കുകയാണ്. 3:30 എന്നതാണ് കോൺഗ്രസ് നേതൃത്വം തന്നെ പറഞ്ഞൊരു ഡെഡ് ലൈൻ. 3:30 മുമ്പായി ഈ ലിസ്റ്റ് തയ്യാറാകും, മന്ത്രിമാരുടെ പട്ടിക തയ്യാറാകും, ഗവർണർക്ക്
കൈമാറും 3:30 ആകുമ്പോഴേക്ക് എന്നതായിരുന്നു. എന്നാലും ഇനിയിപ്പോൾ മണിക്കൂറുകൾ, ഒരു മണിക്കൂറത്തെ ഉണ്ട്, 1 മണിക്കൂറും 15 മിനിറ്റ് മാത്രമാണ് ആ 3:30ക്കുള്ളത്. അതിനിടയിൽ മാറി മറിയുമോ കാര്യങ്ങളെന്ന് കണ്ടറിയാം. എന്തായാലും തീരുമാനം നിലവിലായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കയറി ചെല്ലുമ്പോൾ തിരിച്ചു വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞ പി.ജെ. ജോസഫ് ഇറങ്ങി വരുമ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. നേരത്തെ MLA ഓഫീസിലെ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞത് തീരുമാനമായിട്ടില്ല എന്നാണ്. ആ അവസ്ഥയിൽ നിൽക്കുന്നു കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനത്തിൽ കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.